വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. ഇന്ന് നമ്മളൊരു 10 ദിവസത്തെ ഒരു ചലഞ്ചിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ഈ 10 ദിവസം നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബേസിക് ജർമ്മൻ വൃത്തിയായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഫ്രീ മെറ്റീരിയൽസ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10 ഡേയ്സിന്റെ ഡേ 1 ചലഞ്ചിലേക്ക് നമുക്ക് കടന്നാലോ? മുഴുവൻ കാണുക, എങ്കിലും നിങ്ങൾക്കത് നന്നായി സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് തുടങ്ങാം. ദ ഫസ്റ്റ് വൺ, നമ്മളൊരു 5 സെന്റൻസുകൾ നമ്മൾ പഠിക്കുകയാണ്. അത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വെൽക്കം ടു ഡേ 1. ഇതിലൊരു ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 സെന്റൻസ് വെച്ചിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ നിങ്ങൾ ഇന്നിവിടെ പഠിക്കും. ഓക്കെ, നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇഷ് ഹൈസേ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ഇതിനെ നമ്മൾ വായിക്കുന്നത് ഇഷ് ഹൈസേ. ഇഷ് ഹൈസേ. അപ്പം മൈ നെയിം ഈസ് എന്നാണ്. പക്ഷെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് ശരിക്കും ഇതിന്റെ എക്സാക്ട് മലയാളം ട്രാൻസ്ലേഷൻ. പക്ഷെ മനസ്സിലാവാൻ വേണ്ടിയാണ് മൈ നെയിം ഈസ് എന്നിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ തൽക്കാലം എന്റെ പേര് ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, ഇഷ് ഹൈസേ ഓക്കെ ജാക്ക് ഫ്രാങ്ക് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, അപ്പം പറയുന്നു എന്നെ ജാക്ക് ഫ്രാങ്ക് എന്നാണ് വിളിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ജാക്ക് ഫ്രാങ്ക് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സെന്റൻസ്. ഇനി രണ്ടാമത്തെ സെന്റൻസിലേക്ക് വരാം. സെക്കൻഡ് സെന്റൻസ് ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. ആദ്യത്തെ വേർഡ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ. ഔ ഔ ഔസ് എന്നാണ് പറയാ. നമ്മൾ ഔഷധത്തിന്റെയൊക്കെ ഔ എന്ന് പറയില്ലേ, ആ ഒരു ഔ എന്നുള്ള ഉച്ചാരണം വരും, അതിന്റെ കൂടെ എസ് ചേർക്കാം. അപ്പൊ എന്തായി? ഔസ് ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ പറയുന്നത് ഇന്ത്യൻ എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയാം. അപ്പൊ ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ എന്ത് ഉപയോഗിച്ചത്? ഈ കൊടുത്തിരിക്കുന്ന ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ എന്ന് പറഞ്ഞത്. ദാറ്റ്സ് എ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഏത് രാജ്യത്ത് നിന്ന് വരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? സെന്റൻസ് എങ്ങനെയാണ്? ഇഷ് വോനെ ഇൻ കേരള. ശ്രദ്ധിച്ചോളൂ, ഈഷ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. ഇഷ് വോനെ വോനെ. ഓക്കെ, വോനൻ എന്നാണ് അതിന്റെ വെർബ്. അത് നമ്മൾ ഇഷ് എന്ന് വരുമ്പോൾ കോൺജുഗേഷൻ മാറി ഇഷ് വോനെ. ഇൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള വേർഡാണ് ഇൻ കേരള. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ തമിഴ്നാട്ടിലുള്ളവരെ കാണുന്നെങ്കിൽ എന്ത് പറയാം? ഇഷ് വോനെ ഇൻ തമിഴ്നാട് എന്ന് പറയാം. ഓക്കെ, കർണാടകയാണെങ്കിൽ കർണാടക പറയാം. നിങ്ങൾ എവിടെ ഇരുന്നാണോ വാച്ച് ചെയ്യുന്നത്, എവിടെയായിരുന്നു നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ജീവിക്കുന്ന സ്ഥലം നേരത്തെ കണ്ടത് ഹൗസ് ഇന്ത്യൻ, എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 3 സെന്റൻസ് കഴിഞ്ഞു. ഇനി 4ാമത്തെ സെന്റൻസിലേക്ക് കടക്കാം. ഫോർത്ത് സെന്റൻസ് ഇഷ് ബിൻ യാറെ ആൾട്ട് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട എൻ്റെ പ്രായമാണ് പറയുന്നത്. എനിക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങൾക്ക് എത്ര തോന്നും? ഓക്കെ, ഞാനൊരു പ്രായം പറയാം, 30. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 30 എന്നുള്ള പ്രായം എഴുതുകയാണ്. അപ്പം ഇത് ജർമ്മനിൽ എങ്ങനെ പറയാന്നറിയാവോ? ദ്രൈസിഷ് എന്നാണ് പറയാം. ഇങ്ങനെ പറയാം, ദ്രൈസിഷ് എന്നാണ് ജർമ്മനിൽ 30 പറയാം. അപ്പൊ ഇതിൽ നോക്കാം, വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഇഷ് ബിൻ ദ്രൈസിഷ് യാരെ ആൾട്ട്. ക്ലിയർ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇഷ് ബിൻ ദ്രൈസിഷ് യാരെ ആൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം 30 years old. ഞാൻ 30 വയസ്സുള്ള ഒരാളാണ്. ഓക്കെ, 30 years. നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് സെന്റൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്ന ഒരു ചെറിയൊരു കാര്യം എങ്ങനെയാണ്? നിങ്ങളെല്ലാവരും ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന ആളുകളായിരിക്കാം. 1 മാസമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, 2 മാസമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അതിന് മേലെയായിട്ട് പഠിക്കുന്നവരുണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും ചെറിയ കുറച്ച് കാലയളവ് മാത്രമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊരു 1 മാസത്തെ വെച്ചെടുക്കുകയാണ്. മാസം എന്ന് ജർമ്മനിയിൽ പറയുന്നത് മൊണാറ്റ് എന്നാണ്. മാസത്തിന് ജർമ്മനിൽ പറയുന്നത് മൊണാറ്റ് എന്ന് പറയാം, മന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിൽ നോക്കാം. ഈഷ് ലേർന് ഡോയ്ഷ് സൈറ്റ് ഐനം മൊണാറ്റ്. ശ്രദ്ധിക്കുക, ഈഷ് ലേർന് ഡോയ്ഷ് സൈറ്റ് ഐനം മൊണാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 മാസത്തോളമായിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. 1 മാസത്തോളമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ശരിക്കും ജർമ്മനിൽ വരിക. ഇത് എക്സാക്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 4 കാണിക്കുന്നതാണ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഹാവ് ബീൻ ലേണിംഗ് ജർമ്മൻ ഫോർ 1 month എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസമായിട്ട് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയണേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ലേർൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇഷ് ലേർന് ഡോയ്ഷ് സൈറ്റ് ഐനം മൊണാറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 5 കൂടി നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു നോക്കിയാലോ? നോക്കാം.
ക്ലിയർ? ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയാണ്. അപ്പം നമുക്കിവിടെ പേര്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ പേര് ഇവിടെ എഴുതുകയാണ്. ജാക്ക് ഫ്രാങ്ക് എന്നുള്ള പേര് ഇവിടെ എഴുതുന്നു. ദ നെക്സ്റ്റ് വൺ എൻ്റെ ഏജ് ഇവിടെ എഴുതുകയാണ്. ക്ലിയർ? എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം അല്ലേ? നമുക്ക് പറഞ്ഞു നോക്കാം. ദ ഫസ്റ്റ് വൺ ഇഷ് ഹൈസ് ജാക്ക് ഫ്രാങ്ക് ജെയിംസ് ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ ഇഷ് ബോനെ ഇൻ കേരള ഇഷ് ബിൻ 30 Jahre alt ഇഷ് ലേർനെ ഡോയ്ഷ് സൈറ്റ് einem Monat. ക്ലിയർ? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞാനൊരു ചെറിയൊരു ഹോംവർക്ക് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ ഒരു സംഭവത്തെ ഒരു 10 സെക്കൻഡ് സമയം എടുത്തൊന്ന് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ട് നിങ്ങളത് റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് കേട്ട് നോക്ക്. നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറയാൻ പറ്റുമെന്നുള്ളത് കേട്ട് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ പിന്നെയും വരിക, അത് കേട്ട് നോക്കുക. ആ പറയുന്നതും നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സംസാരിക്കും തോറും മാത്രമേ നമുക്കൊരു ലാംഗ്വേജിനെ പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഇൻട്രൊഡക്ഷനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക, ഇഷ് ഇൻ യുവർ നെയിം. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രീ മെറ്റീരിയൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫ്രീ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് അതിൽ കുറച്ച് പ്രാക്ടീസ് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇനിയുള്ള 3-4 ദിവസം വൃത്തിയായിട്ടത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി ഡേ 2 കാണാം. നമ്മുടെ ഡേ 2 ചാലഞ്ചിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡേ 1 കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് കാണുക. ഡേ 2 നിങ്ങൾക്ക് വെൽക്കം. ഡേ 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലിയെ എങ്ങനെ നമ്മൾ ജർമ്മൻ ഭാഷയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതും ഈ 5 സെൻറ്റൻസിൽ നമുക്ക് പഠിക്കാം. നമ്മൾ ഫ്രീ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറക്കണ്ട. ക്ലാസ്സിൻ്റെ ശേഷം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് വൺ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ജർമ്മൻ സെൻറ്റൻസുകൾ ഫാമിലിയെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിലേക്ക് വരാം. ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിക്കാൻ അറിയണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കേൾക്കുക. ഞാൻ പറയുന്നത് എന്തോ അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പറയുമ്പോൾ ഞാനത് അടിയിൽ അണ്ടർലൈൻ ഇടാം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാൻ പോവാണ്. ഇഷ് ഹാബ് eine kleine Familie. എന്താണ് ഫാമിലിയ എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാണ്. ഇങ്ങനെ ഫാമിലിയ, എന്താ പറയുക, ഫാമിലിയ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം, എന്നിട്ട് അർത്ഥം പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് വായിച്ച് പഠിക്കാം. ഇഷ് ഹാബ് eine kleine Familie. ക്ലിയർ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് എ സ്മോൾ ഫാമിലി, എനിക്കൊരു കുഞ്ഞു ഫാമിലി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ജർമ്മനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറയണേ. ഫാമിലി എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇത് ഫാമിലിയെ എന്ന് പറയുന്ന ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ വ്യത്യാസമല്ല, ഏറെക്കുറെ ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 2 വീഡിയോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാനെന്ന് പറയാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഏതാണ്? ഇഷ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. എന്ത് ഉപയോഗിക്കണേ? ഇഷ്. ഇപ്പോൾ ഐ ഹാവ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് എന്താ? ഇഷ് ഹാബ് എന്നുള്ളതാണ്. പല സമയങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെപ്പോഴും മനസ്സിൽ ഫ്രേസ് പോലെ വെക്കുക. ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെ ഗ്രാമറാണ്. പക്ഷെ ഇത് സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ കാണാതെ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഷ് ഹാബ് eine kleine Familie. എനിക്കൊരു കുഞ്ഞു ഫാമിലി ഉണ്ട്, ചെറിയൊരു ഫാമിലി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസിലേക്ക് വരാം. ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സഹോദരങ്ങളുള്ളവരുണ്ടാവും, സഹോദരികളുള്ളവരുണ്ടാവും. അപ്പോൾ സഹോദരൻ എന്ന് പറയുന്നത് ജർമ്മനിൽ എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ? ബ്രൂഡർ. എന്താ പറയുക? ബ്രൂഡർ എന്നാണ് പറയുക. ദെൻ സഹോദരി എന്ന് പറയുന്നത് ഷ്വെസ്റ്റർ. എന്താണ്? ബ്രൂഡർ, ഷ്വെസ്റ്റർ. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണും ഒരെണ്ണം ഐനന്ന് കൊടുത്തിട്ടുണ്ട്. അതിനൊരു കൺഫ്യൂഷൻ ആവേണ്ട, അത് ഗ്രാമർ അക്യൂസേറ്റീവുള്ളൊരു ഭാഗമാണ്. അത് അക്യൂസേറ്റീവിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഗ്രാമർ അവിടെ നിൽക്കട്ടെ, ഇതെങ്ങനെ പറയാമെന്ന് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തുടങ്ങുന്നു. റിപ്പീറ്റ് ആഫ്റ്റർ മീ. എൻ്റെ കൂടെ അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ഇഷ് ഹാബ് einen Bruder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എനിക്കൊരു ബ്രദർ ഉണ്ട് എന്നാണ്. ഇനിയിപ്പോൾ ബ്രദർ അല്ല, എനിക്കൊരു സഹോദരിയാണുണ്ടെങ്കിൽ എന്ത് പറയും? ഇഷ് ഹാബ് eine Schwester. എനിക്കൊരു സഹോദരി ഉണ്ട് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് പറയും. ഇപ്പോൾ 2 ഉണ്ടെങ്കിലോ, സഹോദരനും സഹോദരി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ത് ചേർത്താൽ മതി? ഓക്കെ, und എന്ന് ചേർത്താൽ ക്ലിയറായി. എങ്ങനെ പറയാം? ഇഷ് ഹാബ് einen Bruder und eine Schwester. എനിക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെങ്കിൽ നിങ്ങൾ അതിൽ ഒരു വേർഡ് വയ്ക്കുക. 2 പേരുണ്ടെങ്കിൽ
അങ്ങനെ നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത്. ഇനിയിപ്പം നമ്പറാണ് വരണേ, 2 സഹോദരന്മാരുണ്ട്, 2 സഹോദരിമാരുണ്ട്, അത് പ്ലൂറൽ കേസാണ്, നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലം നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഒരു കേസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോവാം. ഇനി മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് വരാം. മൂന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് മൈൻ ഫാദർ ഈസ്റ്റ് ലേറ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. മൈൻ ഫാദർ ഈസ്റ്റ് ലേറ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിത് പറയുമ്പോൾ ലേറ എന്ന് പറയണേ, ലേറർ എന്ന് പറയുന്നില്ല. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ടീച്ചറിനെ ലേറർ എന്ന് പറയുന്നതായിരിക്കും. പക്ഷേ ഈ ലേറ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡിങ്ങിൽ ഒരു ഫോണറ്റിക്കിൻ്റെ റൂളുണ്ട്. അതായത് ഈ എറിലോ അല്ലെങ്കിൽ എർ എന്ന് പറയുന്ന ആറിലോ എൻഡ് ചെയ്യുന്ന വേർഡുകൾ നമ്മൾ ഈ മലയാള അക്ഷരമാലയിൽ അ എന്ന് പറയില്ല, അതിൽ അ എന്ന് പറയുന്ന ആരടുത്ത് 2 ഡോട്ടുള്ള അ എന്ന് പറയുന്ന ഒരു അക്ഷരത്തിൻ്റെ എൻഡിങ് പോലെയാണ് പലപ്പോഴും നമ്മൾ ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാനിവിടെ ലേറ എന്ന് ഉപയോഗിച്ചത്. ക്ലിയർ? അപ്പോൾ നമുക്കൊന്നുകൂടി കേൾക്കാം. മൈൻ ഫാദർ ഈസ്റ്റ് ലേറ. മൈൻ ഫാദർ ഈസ്റ്റ് ലേറ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അച്ഛൻ ഒരു ടീച്ചറാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. മൈന മുച്ചർ. മുച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മൈന മുച്ചർ ആർബൈറ്റഡ് ഇം ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അമ്മ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയണത്. നമുക്കൊന്നുകൂടി കേൾക്കാം. മൈന മുച്ചർ ആർബൈറ്റഡ് ഇം ബ്യൂറോ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ക്ലിയർ? ഇനി നമുക്ക് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം. വിയ ലേബൻ സുസാമൻ. സുസാമൻ മീൻസ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, വി ലിവ് ടുഗെദർ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങളൊരു കുഞ്ഞു കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് ഒരുമിച്ച് എല്ലാ സെൻറ്റൻസും കൂടി ഒരുമിച്ച് ഒന്ന് പറഞ്ഞാലോ? പറഞ്ഞു നോക്കാം. നിങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നു, ഞാനിവിടെ നിന്ന് പറയുന്നു. ക്ലിയർ? ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ഇഷ് ഹാബ് ഐന ക്ലൈന ഫാമിലിയ. ക്ലിയർ? സെക്കൻഡ് വൺ ഇഷ് ഹാബ് ഐനൻ ബ്രൂഡർ, അല്ലെങ്കിൽ പറയാം ഇഷ് ഹാബ് ഐന ഷ്വെസ്റ്റർ. ദെൻ തേർഡ് വൺ മൈൻ ഫാദർ ഈസ്റ്റ് ലേറ. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൈന മുച്ചർ ആർബൈറ്റഡ് ഇം ബ്യൂറോ. എൻ്റെ അമ്മ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ദ ലാസ്റ്റ് വൺ വിയ ലേബൻ സുസാമൻ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് തരാവേ. സേ 3 sentences അബൌട്ട് യുവർ ഫാമിലി ഇൻ ജർമ്മൻ. അതായത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് ഏതെങ്കിലും 3 sentences നിങ്ങളിതിൽ പറയാം. മാറ്റി പറയാമല്ലോ. അതായത് അച്ഛൻ ടീച്ചർ ആയിരിക്കില്ല, ഏതാണെങ്കിൽ പ്രൊഫഷൻ എഴുതിയിട്ട് അതിന് പകരം ആ പ്രൊഫഷൻ പറയാം. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും 3 sentences നിങ്ങൾ പറഞ്ഞു നോക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ പാർട്ട് 1 ഡേ 1 കണ്ടതുപോലെ നിങ്ങളിത് പറയുന്നത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കേട്ട് നോക്കുക. തെറ്റുണ്ടെങ്കിൽ പിന്നെയും വീഡിയോയിലേക്ക് വരിക, വീഡിയോ കേൾക്കുക, പിന്നെയും എവിടേക്ക് പോവുക, നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോഴാണ് കൂടുതൽ പറയാനായിട്ട് പറ്റുക. ഈ ഡേ 2 ചലഞ്ച് നിങ്ങൾ മറക്കണ്ട. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഫാമിലിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രീ മെറ്റീരിയൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ പാർട്ട് 3 കിടക്കുകയാണ്, അതായത് ഡേ 3 വരാം. അപ്പോൾ നിങ്ങൾ 1-2 ദിവസത്തെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ലിങ്കിൽ കയറുക, 1ാമത്തെ 2ാമത്തെ ദിവസത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നു. 3ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലി റൊട്ടീനെ കുറിച്ചാണ്. ഡെയിലി റൊട്ടീനിൽ ഉപയോഗിക്കുന്ന 5 സെൻറ്റൻസുകൾ നമുക്കൊന്ന് പഠിക്കാം. വളരെ ഈസി ആയിട്ട് ജർമ്മൻ പറയാനായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കടക്കാം. ആദ്യമായി ഡെയിലി റൊട്ടീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഇഷ് സ്റ്റേയ് 7 Uhr auf എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് വായിക്കാം, എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ശ്രദ്ധിക്കുക. ഇഷ് സ്റ്റേയ് 7 Uhr auf. ക്ലിയർ ആണല്ലോ? ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിങ്ങൾ കാണുന്നത് ഈ എഴുതിയിരിക്കുന്നത് സീബൻ എന്നാണ് പറയുക. 7 സീബൻ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു വെർബിൻ്റെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് സെപ്പറബിൾ വെർബ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഔഫ് സ്റ്റേയൻ എന്ന് പറയുന്ന ഒരു വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ഫോമാറ്റാണ്. അതിൻ്റെ ഗ്രാമറിലേക്ക് നമ്മൾ അധികം കടക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈഷ് സ്റ്റേയ് 7 Uhr auf എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര മണിക്ക് എണീക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ സെക്കൻഡ് സെൻറ്റൻസിലേക്ക് പോവാം. 2ാമത്തെ സെൻറ്റൻസ് നോക്കുക. ഈഷ് ഗേയ് zur Arbeit. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈഷ് ഗേയ് zur Uni.
ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പറയേണ്ട സെൻറ്റൻസ് ഏതായിരിക്കും? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈസ് ഗേയ സൂവ ആർബൈറ്റ്. യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ എന്ത് പറയും? ഈസ് ഗേയ സൂവ ഊനി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഐ ഗോ ടു വർക്ക് അല്ലെങ്കിൽ ഐ ഗോ ടു കോളേജ് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. ദ തേർഡ് സെൻറ്റൻസ് ഈസ് esse dreisen Uhr zu Mittag എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഐ ഹാവ് ലഞ്ച് അറ്റ് 1 PM. 1 മണിക്ക് ഞാൻ ലഞ്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ലഞ്ച് 1 മണിക്കാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒന്നുകൂടി സെൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ശ്രദ്ധിക്കാം. ഈസ് esse dreisen Uhr zu Mittag. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ്. ക്ലിയർ? ഇതിങ്ങനെയാണ് ഉച്ചയ്ക്ക് എനിക്ക് 1 മണിക്കാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത് പറയാനായിട്ട്, എനിക്ക് ലഞ്ച് ഉണ്ടെന്ന് പറയാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ്. എസ് എൻ എന്ന് കൊടുത്തിരുന്നത്, അതായത് ഈ കൊടുത്തിരിക്കുന്ന എസ് എൻ എന്ന് പറയുന്നതാണ് ടു ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിനെ കണക്ട് ചെയ്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പറഞ്ഞു പഠിക്കുക. ദെൻ ഫോർത്ത് സെൻറ്റൻസിലേക്ക് കടക്കാം. നാലാമത്തെ സെൻറ്റൻസ് ആഫ്റ്റർ വർക്ക് ഐ സ്റ്റഡി ജർമ്മൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ജോലി ചെയ്യുന്നവരാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ജോലി കഴിഞ്ഞ ശേഷമാണ് ജർമ്മൻ ക്ലാസ്സിലേക്ക് കയറുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ ജർമ്മൻ എന്താണ് ചെയ്യണം? നമ്മൾ പഠിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. അപ്പം ജോലി കഴിഞ്ഞിട്ടെന്ന് പറയാനായിട്ട് ആഫ്റ്റർ എന്ന് പറയുന്നൊരു വേർഡ് അറിയണം. അതൊരു പ്രിപ്പോസിഷനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഹ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നാഹ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ ആഫ്റ്റർ ദ വർക്ക് എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയാണ്? നാഹ് ദയ ആർബൈറ്റ്. ക്ലിയർ ആണല്ലോ? നാഹ് ദയ ആർബൈറ്റ്. അതൊരു വെർബ് വരാണ് ലേർന് ഈസ് ഡോയ്സ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ വർക്ക് ഐ സ്റ്റഡി ജർമ്മൻ. ഞാൻ ജർമ്മൻ പഠിക്കുന്നു. ഒരു തവണ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. നാഹ് ദയ ആർബൈറ്റ് ലേർന് ഈസ് ഡോയ്സ്. സെൻറ്റൻസ് ക്ലിയർ? ഇനി അവസാനത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്. ഈസ് ഗേയ ഫ്രൂ സ്ലാഫൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ. ഐ ഗോ ടു ബെഡ് എയർലി. ഞാൻ നേരത്തെ കിടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഉറങ്ങാൻ കുറച്ച് നേരത്തെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണെന്ന് വായിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കട്ടോ. എൻ്റെ കൂടെ നിങ്ങൾ അവിടെ ഇരുന്ന് പറയാനായിട്ട് ശ്രമിക്കണം. ഈസ് ഗേയ ഫ്രൂ സ്ലാഫൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വിചാരിക്കും ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക എന്ന് പറയുന്നൊരു മീനിങ് ആണ്. സ്ലാഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്ലീപ്പ് എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് വെർബും ഈ സെൻറ്റൻസ് വന്നതെന്നുള്ളത് ചിന്തിക്കേണ്ട. അത് നമ്മൾ പതുക്കെ ഗ്രാമർ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ആദ്യം നമ്മൾ കുറച്ച് ഫ്രേസുകളൊക്കെ പറയാൻ പഠിക്കുക, എന്നിട്ട് പതുക്കെ നമുക്ക് ഗ്രാമറിലേക്ക് കടക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താലോ. ഈസ് ഗേയ ഫ്രൂ സ്ലാഫൻ ഐ ഗോ ടു ബെഡ് എയർലി. ഇനി നമുക്കത് 5ഉം കൂടി ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ഞാൻ പറയാനായിട്ട് പോവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേയ 7 Uhr auf. ദെൻ സെക്കൻഡ് വൺ ഈസ് ഗേയ zur Arbeit oder എനിക്ക് എന്ത് പറയാം? ഈസ് ഗേയ zur Uni. The third one is esse 13 Uhr zu Mittag എന്ന് പറയുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം 1 മണിക്കാണ് എൻ്റെ എന്നുള്ളത് പറയുന്നു. The next one, nach der Arbeit lerne ich Deutsch. എൻ്റെ ജോലിക്ക് ശേഷം ഞാൻ ജർമ്മൻ പഠിക്കുന്നു. The last one is gehe früh schlafen. ഞാൻ നേരത്തെ ഉറങ്ങാൻ പോകുന്നു. ക്ലിയർ? അപ്പോൾ ഈ 5 സെൻറ്റൻസ് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും 3 സെൻറ്റൻസ് ഡെയിലി നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇത് വെച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഫ്രേസുകൾ ആദ്യം പഠിക്കുക, എന്നിട്ട് നമുക്ക് ജർമ്മൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ റൊട്ടീൻ നിങ്ങൾക്ക് പറഞ്ഞു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാനായിട്ടും പഠിക്കേണ്ട ഒരു എക്സാമ്പിൾ നോക്കാം. ഈസ് സ്റ്റേയ ഫ്രൂ ഔഫ്. ഞാൻ വളരെ നേരത്തെ എണീക്കുന്നു. ഈസ് ഗേയ സുവർ ഊണി. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. ഈസ് ലേർനെ ആബൻസ് ഡോയ്സ്. ഞാൻ വൈകുന്നേരങ്ങളിൽ ജർമ്മൻ പഠിക്കുന്നു. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനുള്ള ഫ്രീ മെറ്റീരിയൽസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഡേ 4 കാണുന്നവരേക്ക് നമുക്ക് ഡേ 4 കിടക്കാം. ഡേ 1, 2, 3 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4 കിടക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. വെരി ക്ലിയർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കേണ്ട കുറച്ച് ഫ്രേസുകളാണ്. നമുക്ക് അതിലേക്ക് കടന്നാലോ? ഗ്രേറ്റ്. 5 സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ്. ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് ഓർഡർ ഇഷ് ബിൻ അംഗസ്റ്റെൽറ്റർ എന്നാണ് പറയാം. ക്ലിയർ? അതായത് അംഗസ്റ്റെൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ആണെന്ന് പറയാം. സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതെങ്ങനെ വായിക്കാൻ നമുക്കൊന്ന് നോക്കാം. ഈസ് ബിൻ സ്റ്റുഡൻറ്റ്
എങ്ങനെ പറയാം? ഇഷ് ബിൻ സ്റ്റുഡൻറ്റ്. ഇനിയിപ്പോൾ ഒരു എംപ്ലോയി ആണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഇഷ് ബിൻ അംഗസ്റ്റൽറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ ടീച്ചറാണ്, അപ്പോൾ എന്ത് പറയും? ഇഷ് ബിൻ ലേറ. നിങ്ങളിപ്പം ഒരു പൈലറ്റാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഇഷ് ബിൻ പിലോട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജോലി എന്താണോ അത് നമുക്ക് അവിടെ വെച്ചാലും മതി. ഇപ്പോൾ എംപ്ലോയി എന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രൊഫഷൻ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസിലേക്ക് വരാം. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഈസ് സ്റ്റുഡിയർ ഇൻഫോമാറ്റിക്. എന്താണ്? ഇൻഫോമാറ്റിക് എന്നാണ് അതിനെ പറയുക. കമ്പ്യൂട്ടർ സയൻസിന് ജർമ്മനിലെ IT-നും ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് പൊതുവെ പറയുന്നത് ഇൻഫോമാറ്റിക് എന്നാണ്. അപ്പോൾ എന്ത് പറയും? ഈസ് സ്റ്റുഡിയർ ഇൻഫോമാറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ പറയാം. അത് നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ മതി. നിങ്ങളുടെ ഏതാണോ പ്രൊഫഷൻ ആ പ്രൊഫഷൻ നിങ്ങൾക്ക് അവിടെ വൃത്തിയായിട്ട് അവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അതവിടെ എഴുതാനും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്താണ്? സെക്കൻഡ് സെൻറ്റൻസ് നമ്മുടെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അവിടെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഇതിപ്പം പറയുന്നത് ഐ വർക്ക് ആസ് എ ഡിസൈനർ എന്നാണ്. ഞാനൊരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണ് പറയുക ജർമ്മനിൽ? ഞാൻ, നിങ്ങൾ പഴയ ദിവസങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്നത് ഇഷ് എന്നുള്ളതാണ്. ആർബൈറ്റർ ആൽസ് ഡിസൈനർ. ഓക്കെ, ഡിസൈനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ആരെപ്പോലെ വർക്ക് ചെയ്യുന്നു? ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ നിങ്ങൾക്ക് അവിടെ ചേർത്താൽ മതി. ക്ലിയർ? ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, എനിക്ക് എങ്ങനെ പറയാം? വർക്ക് ചെയ്യുന്നു ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് ആണെങ്കിൽ പറയാം ഇഷ് ആർബൈറ്റ് ആൽസ് ലേറ. ഓക്കെ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമുക്കത് ആ പ്രൊഫഷൻ അവിടെ മാറ്റി പറയാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ, അടുത്ത സെൻറ്റൻസ് നോക്കുക. ഐ വർക്ക് ഫ്രം ഹോം. ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പറയണ്ടെങ്കിൽ എങ്ങനെ ജർമ്മനിൽ പറയാൻ പറ്റും? ക്ലിയർ? ഈസ് ആർബൈറ്റ് ഫോൺ സു ഹൗസ് ഹൗസ് എന്നാണ് പറയും. എന്താ പറയുക? ഈസ് ആർബൈറ്റ് ഫോൺ സു ഹൗസ് ഹൗസ് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രേസ് നമ്മൾ പറഞ്ഞ് പഠിക്കുക, മനസ്സിലാക്കുക. അത് ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് കടക്കാം. അവസാനത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ജോലി സന്തോഷം തരുന്നുണ്ടോ? നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ല. ജോലി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കണം, അല്ലേ? നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ജർമ്മനിൽ പറയാൻ പറ്റുക? ക്ലിയർ? ഐ എൻജോയ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ എങ്ങനെ ജർമ്മനിൽ പറയും? അത് നമുക്ക് നോക്കാം. മൈന ആർബൈറ്റ് മാക്ട് മിയ സ്പാസ്. ഓക്കെ, എൻ്റെ ജോലി ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക, മൈന ആർബൈറ്റ് മാക്ട് മിയ സ്പാസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഈ 5 സെൻറ്റൻസ് നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിലൊന്ന് പറഞ്ഞു നോക്കിയാലോ? ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഈ 5 സെൻറ്റൻസുകൾ നമുക്ക് വരാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാം ഇഷ് ബിൻ സ്റ്റുഡൻറ്റ്. ഒരു എംപ്ലോയി ആണെങ്കിൽ ഇഷ് ബിൻ അംഗസ്റ്റൽറ്റർ എന്ന് നമ്മൾ പറയാം. ദ സെക്കൻഡ് വൺ ഇഷ് സ്റ്റുഡിയർ ഇൻഫോമാറ്റിക്. തേർഡ് വൺ ഇഷ് ആർബൈറ്റ് ആൽസ് ഡിസൈനർ. Then fourth one, ich arbeite von zu Hause aus എന്ന് പറയാം. ക്ലിയർ? ഐ വർക്ക് ഫ്രം ഹോം. ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, meine Arbeit macht mir Spaß. എൻ്റെ ജോലി എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ഞാൻ അതിലൊത്തിരി എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോബിനെ കുറിച്ച്, നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ, ഒരു 10 സെക്കൻഡ്സിൻ്റെ ഒരു വോയിസ് നോട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾ പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കിയിട്ട് എന്ത് ചെയ്യുക? കേട്ട് നോക്കുക. തെറ്റുണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇഷ് ബിൻ സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡിയർ ഇൻഫോമാറ്റിക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഇപ്പം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കുഞ്ഞൊരു സിമ്പിൾ വോയിസ് നോട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഹോംവർക്ക് ഇന്ന് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഡേ 5 കാണുന്നത് വരയ്ക്ക് ഞാൻ ബായ് പറയുകയാണ്. അതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി 5ാമത്തെ വീഡിയോ നിങ്ങൾ കാത്തിരിക്കുന്നു. മറക്കണ്ട, മെറ്റീരിയൽ താഴെയുണ്ട്, ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ഇന്ന് നമ്മൾ ഡേ 5 കിടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ്കിങ് ഫോർ ഡയറക്ഷൻസ്. നമുക്ക് ഡയറക്ഷൻസ് എങ്ങനെ ജർമ്മനിൽ ചോദിക്കാം. അപ്പോൾ ജർമ്മനിൽ എത്തിക്കഴിഞ്ഞിട്ട് പെട്ടുപോയ എന്ത് ചെയ്യും? എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പോകേണ്ടത്, എവിടെ പോയിട്ട് എനിക്ക് ഹോട്ടൽ അല്ലെങ്കിൽ ഒരു വണ്ടി എവിടെ നിന്ന് പോയിട്ട് പിടിക്കും, എവിടെ പോയി കണ്ടെത്തും, അങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ കുഴങ്ങുന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള 5 സെൻറ്റൻസ് പഠിക്കും. കുറച്ചൊക്കെ ഡയറക്ഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് പോയാലോ? ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഹിയർ.
ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് വോ ഈസ് ദ ബാൻഹോഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വേർ ഈസ് ദ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാൻഹോഫ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നോക്കിക്കേ, വോ ഈസ്റ്റ് ദയ ബാൻഹോഫ്, എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വോ എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ദയ ബാൻഹോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ വോ ഈസ്റ്റ് ദയ ബാൻഹോഫ് എന്നാണ് പറയുക. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വി കൊമ്മെ ഈസ് സൂം സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണം, പലപ്പോഴും സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പാടില്ല, അത് ഇംഗ്ലീഷിലാണ്. നമുക്കൊരു തെറ്റ് എപ്പോഴും വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ട് എന്ന് പറയണം. എന്താ പറയണ്ടേ? മാർട്ട് എന്ന് ഉച്ചരിച്ച് മാർട്ട്. അപ്പോൾ സൂപ്പർ മാർട്ട് എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. അപ്പോൾ ഞാനത് ഒന്നുകൂടി ചോദിക്കുകയാണ്, ഹൗ ഡു ഐ ഗെറ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്? എങ്ങനെയാണ് എനിക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് പറ്റുക? എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത് ചോദിക്കുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വി കൊമ്മെ ഈസ് സൂം സൂപ്പർ മാർക്കറ്റ്. ക്ലിയർ? വി കൊമ്മെ ഈസ് സൂം സൂപ്പർ മാർക്കറ്റ്. ക്ലിയർ ആണോ? ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്ലി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അതായത് ഇത് വളരെ അടുത്താണോ, ഇതിവിടെ അടുത്താണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതെങ്ങനെ നമ്മൾ ജർമ്മനിൽ ചോദിക്കുക? നമുക്ക് ശ്രദ്ധിക്കാം. ഈസ്റ്റ് എസ് ഇൻ ദയ നെയർ. ക്ലിയർ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഞാൻ പറയുന്നത് കേട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഈസ്റ്റ് എസ് ഇൻ ദയ നെയർ. ക്ലിയർ? അപ്പോൾ ഒരുമിച്ച് വായിക്കാം. ഈസ്റ്റ് എസ് ഇൻ ദയ നെയർ. ഓക്കെ, ഇത് വളരെ അടുത്താണോ എന്നൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നാലാമത്തെ സെൻറ്റൻസിലേക്ക് വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള സെൻറ്റൻസ് ആണ്. പ്ലീസ് ഗോ സ്ട്രൈറ്റ്. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് അത് എങ്ങനെ പോകേണ്ടത്, നേരെ പോയാൽ മതി എന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് പറയും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗെരാഡെ ഹൗസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ പറയുക? ഗെരാഡെ ഹൗസ്. ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ കുറച്ചുകൂടി പൊളൈറ്റായിട്ടാണ് നമ്മൾ ജെൻറ്റിലായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫ്രേസാണ് പറയേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ഫ്രേസ് ഇങ്ങനെയാണ്. ഗെയിൻ സി ബിറ്റ് ഗെരാഡെ ഹൗസ്. എങ്ങനെ പറയും? ഗെയിൻ സി ബിറ്റ് ഗെരാഡെ ഹൗസ്. നിങ്ങൾ നേരെ പോകും എന്നാണ് പറയണത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നേരെ പോകാനായിട്ട് പറയുന്ന ഒരു ഡയറക്ഷൻ. ഇനി നമുക്ക് അഞ്ചാമത്തായിട്ട് പഠിക്കുന്നത്, നമ്മളിപ്പോൾ സഹായിക്കുന്ന ആൾക്കാരോട് താങ്ക്സ് പറയുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ താങ്ക്സ് പറയാം. അപ്പോൾ അവിടേക്ക് പോക്കോ, വലത്തോട്ട് പോക്കോ, നേരെ പോക്കോ, ഡയറക്ഷനൊക്കെ പറയുന്ന ആൾക്കാർക്ക് താങ്ക്സ് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. അതിങ്ങനെയാണ്. ദാങ്ക് ഫ്യുവർ ഇയർ ഹിൽഫ്. ക്ലിയർ ആയോ? എന്താണ് ദാങ്ക് ഫ്യുവർ ഇയർ ഹിൽഫ് എന്ന് പറഞ്ഞാൽ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സഹായത്തിന് നന്ദി. ക്ലിയർ? അപ്പോൾ ഇത് അഞ്ചും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് ഞാൻ പറയാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വോ ഇസ് ദ ബാൻഹോഫ്, എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ? ദ സെക്കൻഡ് വൺ, വി കൊമ്മെ ഈസ് സൂം സൂപ്പർ മാർക്കറ്റ്. ക്ലിയർ? ദ തേർഡ് വൺ, ഇസ് ജസ്റ്റ് ഇൻ ദയർ നെയർ, ഇത് വളരെ അടുത്താണോ? ദ ഫോർത്ത് വൺ, ഗെയിൻസ് ബിറ്റ് ഗെരാഡെ ഹൗസ്, നേരെ പൊക്കോളൂ എന്നുള്ള പറയാണ്. ദ ലാസ്റ്റ് വൺ, ഇതെല്ലാം കണ്ട നിങ്ങൾക്കും ഇതിപ്പോൾ കേട്ടവർക്കും വേണ്ടി ഒരുമിച്ച സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഡാങ്ക് ഫ്യുവർ ഇയർ ഹെൽപ്പ്, നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെയിലി ഒരു ഹോംവർക്ക് ഇത്രയേ ഉള്ളൂ. പ്രാക്ടീസ് സ്മോൾ ഡയലോഗ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ ഡയലോഗ്സ് പറഞ്ഞു പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പറയാം, അതിൻ്റെ ഉത്തരം പറഞ്ഞു പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ പഠിക്കുക. അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെയുണ്ട്. ചോദ്യം വോയിസ് ദെയർ ബാൻഹോഫ് ആണെങ്കിൽ എൻ്റെ ഉത്തരം നോക്കിക്കേ, അവിടെ നിന്ന് നേരെ പോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അതിന് എടുക്കാമല്ലോ. ക്ലിയർ? അപ്പോൾ അങ്ങനെ നിങ്ങളത് പറഞ്ഞു പഠിക്കുക. അത് പറഞ്ഞു പഠിക്കാൻ വളരെ എളുപ്പം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുക, നമ്മൾ തന്നെ ഒരു ചോദ്യം ചോദിക്കുക, നമ്മൾ തന്നെ ഉത്തരം പറയുക. വോയിസ് ദെയർ ബാൻഹോഫ് എന്ന് ചോദിച്ചു. ഉത്തരം എന്താണ്? യാ ഗെയിൻ സി വിത്ത് ഗെരാഡെ ഹൗസ്, നിങ്ങൾ നേരെ പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ നമ്മുടെ 6ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് 6ാം ദിവസം പഠിക്കാൻ പോകണമെന്നുള്ളതല്ലേ? ഭക്ഷണം ഓർഡർ ചെയ്യാൻ പഠിച്ചാലോ? ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫുഡ് എങ്ങനെയാണ്, എന്താ ഫുഡ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ, എനിക്കൊരു പിസ്സ തരാമോ എന്നൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ജർമ്മനിലെ ഫ്രേസുകളൊന്ന് പറഞ്ഞിരിക്കണ്ടേ? അപ്പോൾ ആ ഫ്രേസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 5 സെൻറ്റൻസിലൂടെ നമുക്ക് പഠിക്കാം. തുടങ്ങിയാലോ? ദ ഫസ്റ്റ് സെൻറ്റൻസ്. ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ജർമ്മൻസ് ഉപയോഗിക്കുന്ന വെള്ളം ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ്, ഐ വുഡ് ലൈക്ക് വാട്ടർ എന്ന് പറയും. അതെങ്ങനെ ജർമ്മനിൽ പറയാമെന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ കൂടെ പറയാനായിട്ട് ശ്രമിക്കുക. ഈസ് möchte ein Wasser bitte. ക്ലിയർ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Ich möchte ein Wasser bitte.
എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് വളരെ പൊളൈറ്റായിട്ട് നമ്മൾ വെയിറ്ററോട് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കാം. രണ്ടാമത് പറയുന്നത് എങ്ങനെയാണ്, ഡു യു ഹാവ് വെജിറ്റേറിയൻ ഫുഡ്? നിങ്ങൾക്കിവിടെ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കാമെന്ന് അറിയോ? അതിങ്ങനെയാണ്, ഹാബൻ സി വെഗറ്റാരീഷ്യസ് എസൻ. എന്താണ്? ഹാബൻ സി വെഗറ്റാരീഷ്യസ് എസൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അവർ വെർബിൽ നിന്ന് തുടങ്ങി, ഒരു വെർബിൽ തന്നെയാണ്, അതായത് പറഞ്ഞാൽ ഒരു നോർമലാണ് അവസാനിച്ചത്. അപ്പോൾ വെർബിൽ നിന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്താ പറയുക, അവിടെ 9 ക്വസ്റ്റ്യൻ എന്ന് പറയും. അതായത് ഇതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ യെസ് എന്നോ നോ എന്നോ ആയിരിക്കും, യാനോ നൈനോ ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉത്തരം പറയാം? യാനോ നൈനോ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കാം, ഹാബൻ സി വെഗറ്റാരീഷ്യസ് എസൻ. സെക്കൻഡ് സെൻറ്റൻസ് കംപ്ലീറ്റ്. തേർഡ് സെൻറ്റൻസിലേക്ക് വരാം. തേർഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ഒരു സാൻഡ്വിച്ച് വേണം എന്ന് പറയണം. ഞാനത് എടുക്കുക എന്നുള്ളതല്ല, എനിക്കൊരു സാൻഡ്വിച്ച് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ ഉപയോഗിക്കുക? ഈഷ് നെയ്മ് ein സാൻഡ്വിച്ച്. ക്ലിയർ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഈഷ് നെയ്മ് ein സാൻഡ്വിച്ച്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. ഫോർത്ത് സെൻറ്റൻസ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ബില്ല് പേ ചെയ്യണം. ബില്ല് പേ ചെയ്യാൻ നമ്മൾ എന്താ പറയുക? ബിൽ പ്ലീസ് എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഇത് ജർമ്മനിൽ പറയുന്നത് ദി റെഷ്നും ബിറ്റർ. എന്താ പറയുക? ദി റെഷ്നും ബിറ്റർ. അതെവിടെയാണെന്ന് നോക്കാം. ദി റെഷ്നും ബിറ്റർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ ഇങ്ങനെയാണ്, എസ് ഹാറ്റ് ഗുഡ് ഗെസ്മെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് വളരെ രുചിയുണ്ട് എന്നുള്ള പറയാം. പക്ഷേ ഈ ഗെസ്മെക്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വേർഡിന് പകരം കുറച്ച് ലൈറ്റായിട്ടൊരു സാധനം കാണിച്ചു തന്നാലോ? ഇത്രയേ ഉള്ളൂ. എസ് വാർ സേലൊക്കെ കുറച്ചും കൂടി എളുപ്പമുണ്ട് പറയാം അല്ലേ? അതിനാണെങ്കിൽ അത് പഠിച്ചാൽ മതി. എങ്ങനെ പറയാം? എസ് വാർ സേയ ലെക്കർ, ദ ഈസിയസ്റ്റ് വൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് 5 കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. 5 കൂടി നമുക്ക് ഒരുമിച്ച് പറയാം. ദ ഫസ്റ്റ് വൺ ഈസ് മ്യൂസ്റ്റ് ein Wasser bitte. ഓക്കെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ദ നെക്സ്റ്റ് വൺ, ഹാബൻ സി വെജിറ്റാരീഷ്യസ് എസൻ? നിങ്ങൾക്കിവിടെ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടോ? യാ ഓർ നൈൻ. യെസ് എന്നോ നോ എന്ന് ഉത്തരം പറയാം. ഇനി അടുത്തത് എന്താണ്? ഇഷ് നെയ്മ് ein സാൻഡ്വിച്ച്. ഇപ്പോൾ വേണമെങ്കിൽ സൂപ്പ് എന്നും പറയാം, അല്ലെങ്കിൽ പിസ എന്ന് പറയാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ അടുത്തത് എന്താ? ബില്ല് ചോദിക്കുന്നത് എങ്ങനെയാണ്? ദി റെസ്റ്റോറൻറ്റ് ബിറ്റ് എന്ന് നമുക്ക് പറയാം. ദെൻ ലാസ്റ്റ് വൺ, എസ് ഹാറ്റ് ഗുഡ് ഗെസ്മെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എസ് വാർസയ ലെക്കർ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ഹോംവർക്ക് ഇതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് ആ ഒരു ഫ്രേസ് എടുത്തിട്ട് ആ ഒരു ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾസ് ഇപ്പോൾ പറയുകയാണ്. നമുക്ക് ഇവിടെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ. ഇഷ് നെയ്മ് einen കഫേ. എനിക്കൊരു കോഫി വേണം. ഇഷ് മ്യൂസ്റ്റ് eine സൂപ്പ്. എനിക്കൊരു സൂപ്പ് വേണം. ഇഷ് നെയ്മ് eine പിസ്സ. എനിക്കൊരു പിസ്സ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഇവിടെ ഓർഡർ ചെയ്യും. ഓൺലൈനിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലേ ഏതൊക്കെ ഫുഡാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന്. ആർട്ടിക്കിൾ വേണമെന്നില്ല, ഇഷ് നെയ്മേ പറയാം, ഫുഡിൻ്റെ അങ്ങ് പേര് എഴുതുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ മെറ്റീരിയൽസ് എല്ലാ ഡേയ്സിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. 6ാമത്തെ ഡേയുടെ ഫ്രീ മെറ്റീരിയലും താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ 6 ദിവസത്തെ വീഡിയോസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 7ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ഡേയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പാൽ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആ ബോട്ടിൽ എവിടെ ഇരിക്കുന്നു, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ. ബില്ല് എങ്ങനെ ഞാൻ പേ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ. ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പുസ്തകം എടുത്തോ, നമുക്ക് ബാക്കി 7ാം ദിവസത്തെ കാര്യങ്ങൾ എഴുതി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കടക്കാം. നമ്മൾ തുടങ്ങാൻ പോകുന്നത് വോ ഫിൻഡെ ഈസ് മിൽഷ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ക്യാൻ ഐ ഫൈൻഡ് മിൽക്ക് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് എനിക്ക് മിൽക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലുള്ള ആളുകളോട് ചോദിക്കില്ലേ, പാൽ എവിടെ ഇരിക്കുന്നത്, അരി എവിടെ ഇരിക്കുന്നത്, വെജിറ്റബിൾ എവിടെ ഇരിക്കുന്നതൊക്കെ ചോദിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ അവിടെ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ? വോ ഫിൻഡെ ഈസ് മിൽച്ച് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എവിടെ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യുക, മിൽക്ക് കിട്ടുക എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഫ്രേസിൽ വേറെയും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? എക്സാമ്പിൾ, ഈ മിൽച്ച് എന്ന് പറയുന്നതിൻ്റെ അവിടെ പകരം നമുക്ക് വേറെ ഏത് പ്രൊഡക്റ്റിനെ വേണമെങ്കിൽ അവിടെ കൊണ്ടുവരാം.
ഇപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്, എന്തെങ്കിലും ഒരു ഫ്ലാഷ്, ഒരു ബോട്ടിലാണ് എനിക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നത്. ബോട്ടിൽ എവിടെ ഇരിക്കണമെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും? റീപ്ലേസ് ചെയ്താൽ മതി. വോ ഫിൻ്റെ ഇഷ് ഫ്ലാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷ് എവിടെ ഇരിക്കണേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അവർ ഈ ഒരു ചോദ്യം ജർമ്മനിൽ ചോദിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്നല്ല, അടുത്ത സെൻറ്റൻസ് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വി ഫിയൽ കോസ്റ്റഡ് ദസ്. അപ്പോൾ സാധാരണ നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഇതിന് എത്ര രൂപയായി എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇത് എത്ര രൂപയായി എന്ന് ചോദിക്കുന്നത് ജർമ്മനിൽ ചോദിക്കുന്ന ഒരു കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രേസ് ഇങ്ങനെയാണ്. ഞാനത് വായിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വായിക്കാം. ഫസ്റ്റ് വൺ, വി ഫിയൽ കോസ്റ്റഡ് ദസ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വി ഫിയൽ കോസ്റ്റഡ് ദസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഹൗ എന്നുള്ളൊരു പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പറയുന്ന വിയുടെ കൂടെ ഫിയൽ എന്ന് വരുമ്പോൾ ഹൗ മച്ച് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ എത്ര രൂപയായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന വി ഫിയൽ കോസ്റ്റഡ് ഒരുമിച്ച് വരുമ്പോൾ ഹൗ മച്ച് ഈസ് ദാറ്റ്, അതിന് എത്ര രൂപയായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ജർമ്മനിലെത്തി എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വില ചോദിക്കണമെങ്കിൽ ഈ ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു വില പറയും. വില എങ്ങനെയാണ് പറയുക? ഓയറോയിലാണ് പറയാം കേട്ടോ. യൂറോ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിന് ജർമ്മനിൽ പറയുന്നത് ഓയറോ എന്നാണ്. ഇപ്പോൾ 10 യൂറോ ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ പറയാമെന്നറിയോ? യെസ്, 10 യൂറോസിന് അവർ 10 ഓയറോസ്. ഓക്കെ, ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുക കേട്ടോ, ഓയറോ. ഓക്കെ, ഓയറോ എന്നാണ് ഈ പറയുന്ന ഈ ഒരു ചിഹ്നം കാണുന്ന ഓയറോ എന്ന് കാണിക്കുന്നതാണ്. യൂറോ എന്നാണ് പറയുക. അപ്പോൾ ശരിക്കുന്നത് ഓയറോ. ക്ലിയർ? ഓയറോ. ക്ലിയർ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യം വേണം. ഓക്കെ, ഐ നീഡ് ദിസ്, എനിക്കിത് വേണം. അപ്പോൾ എനിക്ക് പച്ചക്കറി വേണം, എനിക്ക് വെജിറ്റബിൾസ് വേണം എന്ന് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഈഷ് ബ്രൗഹ് ഗെമ്യൂസ്. അപ്പോൾ എന്താ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. ഈഷ് ബ്രൗഹ് ഗെമ്യൂസ്, എനിക്ക് വെജിറ്റബിൾസ് വേണം. അപ്പോൾ അവർ ചോദിക്കാൻ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണെന്ത്? ഈഷ് ബ്രൗഹ് ഗെമ്യൂസ്. ഇനിയിപ്പോൾ ഈ ഗെമ്യൂസ് എന്ന് പറയുന്നതിൻ്റെ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വയ്ക്കാം. ക്ലിയർ? ഇപ്പം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒബ്സ്റ്റ് എന്നാണ് ജർമ്മനിൽ പറയുക. എനിക്ക് ഫ്രൂട്ട്സ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇഷ് ബ്രൗഹ് ഒബ്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ എന്തോ വേണോ അതാണ് എന്ത് ചെയ്യണം, ഈ പറയുന്ന പെർട്ടിക്കുലർ വേർഡിന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് വരാം. ഇവിടെ നമ്മൾ പറയുന്നത് ഐ വാണ്ട് 1 കിലോ ഓഫ് ആപ്പിൾസ് എന്നാണ്. എനിക്ക് 1 കിലോ ആപ്പിൾ വേണം എന്ന് പറയാണ്. അപ്പോൾ ഈ ആപ്പിൾ വേണമെന്ന് പറയുന്നതിന് ആപ്പിൾ എന്താ പറയാമെന്നറിയോ ജർമ്മനിൽ? ആപ്പിളിനെ ആഫൽ എന്നാണ് സിംഗുലർ ആയിട്ട് പറയാം. പക്ഷെ പ്ലൂറലായിട്ട് വരുമ്പോൾ അവിടെ 2 ഉംലൗട്ട് വന്നിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 2 ഉംലൗട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് ആഫൽ എന്നാണ്. ക്ലിയർ? ആഫൽ എന്ന് ഉച്ചരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഈസ് മ്യൂസ്റ്റ് 1 കിലോ ആഫൽ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈസ് മ്യൂസ്റ്റ് എന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് അല്ലേ? ഐ വുഡ് ലൈക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീനിങ് ആണ് ഈസ് മ്യൂസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈസ് മ്യൂസ്റ്റ് 1 കിലോ ആഫൽ. ക്ലിയർ? നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. ഈസ് മ്യൂസ്റ്റ് 1 കിലോ ആഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 കിലോ ആപ്പിൾ വേണമെന്ന് പറയാണ്. ക്ലിയർ? അപ്പോൾ ഈ ആപ്പിളിന് പകരം, ഇപ്പോൾ 1 കിലോ ആപ്പിളിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ആണോ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വേർഡിന് പകരം വേറെ എന്താ നമുക്ക് വേണ്ടെങ്കിൽ ആ പേരവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങളൊന്ന് മാറ്റി പറഞ്ഞു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അവസാനത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. നമ്മൾ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണത് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഓക്കെ, പേയ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുക. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഇറ്റ്സ് ബെറ്റ്സാല് മിത്ത് കാർട്ട് എന്നാണ്. ബെറ്റ്സാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പേ ചെയ്യുക എന്ന് പറയുന്നൊരു വെർബാണ്. അപ്പോൾ ഈ കാർട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? കാർഡ് എന്ന് പറയുന്നത് നമ്മൾ കാർഡ് വെച്ചിട്ടല്ല പേയ്മെൻറ്റുകൾ ഇപ്പോൾ നടത്തണേ. ആ ഒരു കാർഡിനെയാണ് ഈ കാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ക്യാഷ് ആണെങ്കിൽ അവർ ബാർ എന്നാണ് പറയാം. ഓക്കെ, ബാർ എന്നാണ് നമ്മൾ അതിനെ ഉച്ചരിക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ കാർഡ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈസ് ബെറ്റ്സാല് മിത്ത് കാർട്ട്. ക്ലിയർ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഈസ് ബെറ്റ്സാല് മിത്ത് കാർട്ട്. ഐ വിൽ പേ ബൈ കാർഡ്. ഞാൻ കാർഡ് വെച്ച് പേ ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ച് ഒറ്റ സ്ട്രക്ചറിലൊന്ന് വായിച്ചു നോക്കാം. ഇതെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ പഠിച്ചത്. അതെന്തായിരുന്നു? വോ ഫിൻ്റെ ഈഷ് മിൽസ്.
ദെൻ സെക്കൻഡ് വൺ നമ്മൾ നോക്കിയത് എങ്ങനെയാണ്, എത്രയാണ് ഇതിൻ്റെ രൂപ, എത്ര വിലയാണതെന്ന് ചോദിക്കുന്നതാണ്. അതെങ്ങനെ നമ്മൾ പഠിച്ച വി ഫിയൽ കോസ്റ്റഡ് ദസ് എന്നുള്ളതാണ് ചോദ്യമായിട്ട് പഠിച്ചത്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഷ് ബ്രൗഹ് ഗെമ്യൂസ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നാലാമത്തത് ഇഷ് മ്യൂസ്റ്റ് 1 കിലോ ആപ്പിൾ. ഓക്കെ, 1 കിലോ ആപ്പിൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവസാനം നമ്മൾ എന്ത് ചെയ്തു, പേയ്മെൻറ്റിലേക്ക് കടന്നു. പേയ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഇഷ് ബെറ്റ്സാല് മിറ്റ് കാർട്ട്, ഞാൻ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കുറച്ച് ഉത്തരങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നോക്കിക്കേ, വി ഫിയൽ കോസ്റ്റഡ് ദസ് ബ്രോട്ട്. ഓക്കെ, നമ്മളവിടെ നേരത്തെ കണ്ടു. അതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് ബ്രോട്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചിട്ട് ചോദ്യം ചോദിക്കാം. അതിങ്ങനെ മാറി മാറി ചോദിച്ച് റിപ്പീറ്റ് ചെയ്യുക. വിലയായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, സ്വൈ ഓയറോ, ദ്രൈ ഓയറോ, തിയർ ഓയറോ, സേൻ ഓയറോ, സംഖ്യ മാറ്റിയിട്ട് ഇവിടെ ഏതാണോ അത്ര ഓയറോ എന്നുള്ളത് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഇഷ് നെയ്മ് എസ് ഇഷ് ബെറ്റ്സാലെ മിറ്റ് കാർട്ട്. ഓക്കെ, എനിക്ക് അത് വേണം, ഞാനത് എന്ത് ചെയ്യാം, കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കോൺവെർസേഷൻ കഴിഞ്ഞു. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാറ്റുക, ഈ വില മാറ്റുക, എന്നിട്ട് തന്നെ പറഞ്ഞ് പഠിക്കാം. അപ്പോൾ ഈ ഒരു ഫ്രേസ് നമുക്ക് കാണാതെ പറയാനും ഉപയോഗിക്കാനുമായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് കാണുന്നവരെ ഞാൻ നിങ്ങളോട് ബായ് പറയാണ്. അപ്പോൾ ഒരു കാര്യം, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ സീരീസിൽ 6 വീഡിയോസ് കഴിഞ്ഞ് 7ാമത്തെ വീഡിയോയിൽ നമ്മൾ നിൽക്കണേ. 6 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ 1ാമത്തെ വീഡിയോ തൊട്ട് 6ാമത്തെ വീഡിയോ വരെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫ്രീ മെറ്റീരിയൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ വെറുതെ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോബികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ജർമ്മൻ ഭാഷയിൽ എൻ്റെ ഹോബിയെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഹോബീസ് ഉണ്ട്, അതെങ്ങനെ ജർമ്മൻ ഭാഷയിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഡേ 8ലേക്ക് കിടക്കുകയാണ്. ഇന്ന് 8ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഹോബീസ് എങ്ങനെ ജർമ്മനിൽ പറയാമെന്നുള്ളതാണ്. 5 സെൻറ്റൻസിൽ നമ്മൾ 5 ഹോബികളെ കുറിച്ചോ ഹോബിയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. റീഡിങ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി പേരുണ്ടാവും കേട്ടോ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സാധാരണ ജർമ്മൻ ഭാഷയിൽ ഇങ്ങനെയാണ് എനിക്ക് റീഡിങ് ഇഷ്ടമാണ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈഷ് ലേസ് ഗൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഈഷ് ലേസ് ഗൻ. ഓക്കെ, ഐ ലൈക്ക് റീഡിങ് എന്നാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ഗൺ എന്ന് പറയുന്ന വേർഡ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ലൈക്ക് എന്നുള്ള മീനിങ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് മീനിങ് ഇതിലുണ്ട്. ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഗൺ എന്ന് പറഞ്ഞ വേർഡ് വരുമ്പോൾ ഒരു ഗ്ലാഡ്ലി എന്ന് പറയുന്ന ഒരു മീനിങ്ങിലേക്ക് അത് വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഗൺ എന്ന് പറയുന്നത്. ക്ലിയർ? ഇഷ് ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ റീഡ് എന്നുള്ള, ഐ എം റീഡിങ് അല്ലെങ്കിൽ ഐ റീഡ് എന്നുള്ളതാണ്. പക്ഷേ ഇഷ് ലേസ് എ ഗൺ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്കത് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എന്നുള്ളൊരു മീനിങ്ങിലോട്ട് അത് മാറും. ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഈ ലേസേർ അവിടെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഓടാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ വെർബുകൾ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും കേട്ടോ. വെർബിൻ്റെ കൂടെ ഒരു ഗേൺ ചേർത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ടിപ്പ് മനസ്സിൽ വെച്ചോളൂ. രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. രണ്ടാമത്തെ സെൻറ്റൻസ് വളരെ സിമ്പിളാണ്. ഫൂസ് ബാൽ. ഓക്കെ, ഫൂസ് ബാൽ എന്നാണ് പറയുന്നത്. ഫൂസ് ബാൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫുട്ബോൾ കളിക്കുക. ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടാവും. ഫുട്ബോൾ കളിക്കുന്നവർ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, ഹോബിയായിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈഷ് സ്പീല് ഫുസ്ബാൽ എന്ന് പറയാം. ഫുസ്ബാൽ. ഓക്കെ, ബാൽ എന്നാണ് പറയാം. ക്ലിയർ? അവിടെ ശ്രദ്ധിക്കുക, ഈ ആ എന്ന് പറയുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ ഏനെ ആ എന്നാണ് ഉച്ചരിക്കുക. ഈ ഒരു ആക്കിയൊരു ടിപ്പ് തരാവേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വവ്വലായിട്ടാണ് ജർമ്മൻ ഭാഷയിൽ കൺസിഡർ ചെയ്യുന്നത്. വവ്വലായിട്ട് വരുമ്പോൾ നമ്മൾ പറയാം കോൺസോണൻ്റ് ആയിട്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പം എൽ എന്ന് പറയുന്നത് വവ്വലല്ല. ഓക്കെ, കോൺസോണൻ്റ് ആയിട്ട് വരുന്ന, ഇത് വവ്വൽ അല്ലാതെ വരുന്ന ഏത് ലെറ്റർ വന്നാലും, അപ്പം ആ, എ, ഇ, ഒ, ഉ എന്നാണ് നമ്മൾ വവ്വലായിട്ട് ജർമ്മൻസിൽ പറയാം. ഇതല്ലാതെ വരുന്ന ഏതൊക്കെ ലെറ്റർ വവ്വൽ കഴിഞ്ഞിട്ട് 2 എണ്ണം വന്നു കഴിഞ്ഞാൽ ഈ വവ്വൽ നമ്മൾ ഷോർട്ടായിട്ട് ഉച്ചരിക്കണമെന്നാണ്. എങ്ങനെ ഉച്ചരിക്കണമെന്നാ? ഷോർട്ടായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്താ വായിക്കുക? ബാൽ. എന്താ വായിക്കണം? ബാൽ എന്ന് വായിക്കരുത്, ബാൽ. അപ്പോൾ എന്താണ്? ഫൂസ് ബാൽ. ഓക്കെ, ഫൂസ് ബാൽ. ക്ലിയർ ആയോ? ഫൂസ് ബാൽ. ക്ലിയർ? അപ്പോൾ നമുക്കൊന്ന് പറയാം, ഈഷ് സ്പീല് ഫൂസ് ബാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗേൺ എഴുതിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗേൺ അവിടെ എഴുതാൻ പറ്റുമെന്ന് പറയാം. ഇവിടെ ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ ഗേൺ എഴുതിയാൽ മതി? ക്ലിയർ? ഈ സ്പീലെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചേർത്താൽ മതി? വേണമെങ്കിൽ നമുക്ക്
ഗേൺ എന്ന് ആഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ കുറച്ചും കൂടി അതെന്താണ്, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയില്ലേ, അത്ര ഇഷ്ടമെന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ അവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ വേർഡ് മറക്കണ്ട, നന്നായിട്ട് പഠിച്ചു വെച്ചോ. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം. അടുത്തത് ഇങ്ങനെയാണ്, ഇഷ് ഹ്യോറ് മുസീഖ്. എന്താണ്? ഇഷ് ഹ്യോറ് മുസീഖ് എന്നാണ് പറയണത്. ഞാൻ ഒത്തിരി മ്യൂസിക് കേൾക്കുന്ന ഒരാളാണ്, എനിക്ക് പാട്ട് ഒത്തിരി കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ എല്ലാം ചെയ്തുമല്ല, റീഡിങ് ഇഷ്ടമുള്ളവരുണ്ട്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, ഇപ്പോൾ പാട്ട് കേൾക്കുന്നതിനെ കുറിച്ച് പറയണേ. ഇവിടെയും നമുക്ക് എന്താ ആഡ് ചെയ്യാം? ഗേൺ എന്നുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈഷ് ഹ്യോറ് മുസീഖ്. ക്ലിയർ? ഈഷ് ഹ്യോറ് മുസീഖ് എന്നാണ് പറയണത്. മ്യൂസിക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, മുസീഖ് എന്നാണ് പറയുന്നത്, മുസീഖ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഗേൺ ഉപയോഗിക്കണമെങ്കിൽ എവിടെ വരിക? ഈ വെർബ് കഴിഞ്ഞിട്ട് ഈ വേർഡിൻ്റെയും വെർബിൻ്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് പറയാം? ഗേൺ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്? ഇഷ് ഹ്യോറ് ഗേൺ മ്യൂസിക്. ഞാൻ ഒത്തിരി മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എൻ്റെ ഒരു ഹോബിയാണ് മ്യൂസിക് കേൾക്കുക എന്നുള്ളത്. ഇതാണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫീലിംഗ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. അതിങ്ങനെയാണ്, കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ? അതായത് ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ കിച്ചണിൽ വൈഫിൻ്റെ കൂടെ കുക്കിങ്ങിലൊക്കെ കൂടുതൽ സജീവമാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയാം, ഇഷ് കോഹ് am wochenende. ക്ലിയർ? ഞാൻ വീക്കെൻഡ്സിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒത്തിരി കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹോബി ഇഷ്ടപ്പെടുന്ന ഒരാൾ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇഷ് കോഹ് am wochenende. ഓക്കെ, ഇത് വലിയ വേർഡായിട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, വോഹെനൻഡ്. ഓക്കെ, വോഹെനൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വോഹെനൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ സ്പീഡാക്കിയാൽ മതി. ഇപ്പം ആദ്യം ഇവിടെ തുടങ്ങിക്കോ, എൻ്റെ, 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 എൻ, എൻ്റെ, എൻ, എൻ്റെ. പിന്നെ എന്തായി? ഓക്കെ, വോക്ക്, 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 വോഹെനൻഡ്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ മതി, സിമ്പിളായിട്ട് നമുക്ക് ഈ സംഭവം പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയേ, ഇഷ് കോഹ് ആം വോഹെനൻഡ്. ഇവിടെയും ഗേൺ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും കേട്ടോ. ഇഷ് കോഹ് ഗേൺ ആം വോഹെനൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റാണ്. ഗേൺ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു പഞ്ച് ഉണ്ടാവും, വരുന്നത് ഒരു എക്സ്പ്രഷൻ കുറച്ചുകൂടി ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും എന്നുള്ളതാണ്. എവിടെയോ എല്ലായിടത്തും ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് വേർഡിലേക്ക് വരാം. ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഐ എൻജോയ് മൈ ഹോബി. നിങ്ങളുടെ ഏത് ഹോബി ആയിക്കോട്ടെ, നമ്മളത് എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അല്ലേ? എൻജോയ് ചെയ്യാത്തതിനെ നമ്മൾ ഹോബി എന്ന് പറയില്ലല്ലോ. ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്യുന്നൊരു കാര്യങ്ങൾ നമ്മൾ ഹോബി ആയിട്ട് എടുക്കുക. അപ്പോൾ എൻജോയ് ചെയ്യുന്ന ഹോബിയെ നമ്മൾ ജർമ്മനിൽ, ഞാൻ എൻ്റെ ഹോബി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം? നമുക്കതൊന്ന് കാണാം. ഇങ്ങനെയാണ്, ഹോബീനെ ഹോബി എന്ന് തന്നെയാണ് നമ്മൾ പറയാം, ഹോബി എന്ന് തന്നെയാണ് ജർമ്മനിൽ പറയാം. അപ്പോൾ മൈൻ ഹോബി, എൻ്റെ ഹോബി എന്ന് പറയണേ മാഹ്റ്റ് മിയ സ്പാസ്. ഓക്കെ, എൻ്റെ ഹോബി എനിക്ക് ഒത്തിരി അധികം എൻജോയ്മെൻറ്റ് തരുന്നൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ? നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. മൈൻ ഹോബി മാഹ്റ്റ് മിയ സ്പാസ്. ക്ലിയർ ആണോ? ഇതിപ്പോൾ 5 കൂടിയിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, ഇഷ് ലേസ് ഗൻ. സെക്കൻഡ്, ഇഷ് സ്പീലെ ഫുട്ബോൾ. തേർഡ് വൺ, ഇഷ് ഹ്യോറ് മുസീഖ്. ഫോർത്ത് വൺ, ഇഷ് കോഹ് am Wochenende. The last, mein Hobby macht mir Spaß. എനിക്ക് എൻ്റെ ഹോബി ഒത്തിരി എൻജോയ്മെൻറ്റ് തരുന്നൊരു കാര്യമാണ്, ഒത്തിരി എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ചെറിയൊരു ടാസ്ക് ഇങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹോബിയെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ലേസർ അവിടെയും മ്യൂസിക്കിൻ്റെ അവിടെയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങളുടെ ഹോബി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോബിയുടെ വേർഡ് കിട്ടണില്ലെങ്കിൽ ഡിക്ഷണറി നോക്കിയാൽ മതി. ഓൺലൈനിൽ ഒത്തിരി ഡിക്ഷണറീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ലെയോ എന്ന് പറയുന്ന ഡിക്ഷണറി ഉണ്ട്, dic.cc എന്ന് പറയുന്ന ഡിക്ഷണറി ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ജർമ്മൻ ഡിക്ഷണറീസ് ആയിട്ട് ഉപയോഗിക്കുക. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡിക്ഷണറി നിന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ജർമ്മൻ വേർഡ് വരും. ഓക്കെ, അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹോബി ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിന്ന് 9ാം ദിവസത്തിലേക്ക് കടന്നാലോ? വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണെന്ന് പഠിക്കാൻ പോകണമെന്നല്ല, 9ാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്ലാന് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ വെച്ചിട്ട് പ്ലാനിങ്ങുകൾ നടത്താമെന്നുള്ളതാണ്. സ്പെഷ്യലി ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോയാലോ? ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹാസ്റ്റ് ടു മോർഗൻ സൈറ്റ്
അതായത് നിങ്ങൾക്ക് നാളെ സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചോദ്യം ഇങ്ങനെയാണ്: ഹാസ്റ്റ് ഡു മോർഗൻ സൈറ്റ്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഹാസ്റ്റ് ഡു മോർഗൻ സൈറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു ഹാവ് ടൈം ടുമാറോ, നിങ്ങൾക്ക് നാളെ സമയമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ചോദ്യം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റോണേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം എൻഡ് ചെയ്യണ പോലെ അത് ചോദിക്കണം. അതായത് ഇപ്പം ഹാസ് ടു മോർഗൻ സൈറ്റ് ഇങ്ങനെ പറഞ്ഞത് ശരിയാവില്ല. അപ്പോൾ നമുക്കൊരു മുകളിൽ ഇൻറ്റോണേഷൻ ഇവിടെ നിന്ന് കുറച്ചൊന്ന് മുകളിലേക്കായിട്ട് പിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ഹാസ് ടു മോർഗൻ സൈറ്റ്. സൈറ്റ് കുറച്ച് മുകളിലേക്ക് കയറ്റി പിടിച്ചാൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിച്ചു ചോദിക്കാമല്ലോ. ഒന്ന് ചോദിക്കാം, ഹാസ് ടു മോർഗൻ സൈറ്റ്, നിങ്ങൾക്ക് സമയമുണ്ടോ? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം പറയാം? യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നൈൻ എന്ന് പറയാം. യെസ് എന്ന് എങ്ങനെ ജർമ്മനിൽ പറയാം? യാ എന്ന് പറയും. യെസ് എന്ന് പറഞ്ഞാൽ യാ എന്നുള്ളതാണ്. ഇനി നോ എന്നുള്ളത് എങ്ങനെയാണ് പറയാം? നൈൻ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നൈൻ എന്നോ ഉത്തരം പറയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹാസ് ടു മോർഗൻ സൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? യാ ഓർ നൈൻ. അപ്പോൾ യെസ് എന്നോ നോ എന്നോ പറയാം. അപ്പോൾ ഇതൊരു ഇത്തരത്തിലുള്ളൊരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. സെക്കൻഡ് സെൻറ്റൻസും ഇതുപോലെ തന്നെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഈ ചോദ്യം: വോളൻ വിയർ കഫേ ട്രിങ്കൻ. വോളൻ വിയർ കഫേ ട്രിങ്കൻ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. വോളൻ വിയർ കഫേ ട്രിങ്കൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഷാൽ വി ഹാവ് എ കോഫി എന്നുള്ളതാണ്. നമുക്കൊരു കോഫി കുടിച്ചാലോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് പോലെയാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉത്തരം നമുക്ക് ഒന്നെങ്കിൽ യാന്നോ നൈന്നോ പറയാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ യെസ് എന്നോ നോ എന്നോ ആയിരിക്കും പറയുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? യെസ് എന്ന് പറയാൻ യാന്നും നോ എന്ന് പറയാൻ നൈൻ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നോക്കിയേ, വോളൻ വിയർ കഫേ ട്രിങ്കൻ, നമുക്ക്. അപ്പോൾ ഈ വിയർ എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന വി എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന ഒരു വേർഡാണ്. അപ്പം വോളൻ വിയർ കഫേ ട്രിങ്കൻ, നമുക്ക് ഒരു കോഫി കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു കോഫി ആയാലോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. അപ്പം യെസ് നോ എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് വരാം. നമ്മൾ ഫ്രണ്ട്സായിട്ട് ചിലപ്പം പറയുമ്പോൾ എന്താണ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് നമ്മൾ പറയുകയാണ്. ഇപ്പം ഒന്ന് കാണാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമുക്ക് അവിടെ കണ്ടാലോ, നമുക്ക് കണ്ടുമുട്ടിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പോലെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്: വിയർ ട്രഫൻ ഉൻസ് സെക്സ് ഉവ. എങ്ങനെയാണ്? വിയർ ട്രഫൻ ഉൻസ് സെക്സ് ഉവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മീറ്റ് അറ്റ് 6, നമുക്ക് 6 മണിക്ക് കാണാം അല്ലെങ്കിൽ 6 മണിക്ക് കണ്ടുമുട്ടാം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒരു ടെർമിൻ ഫിക്സ് ചെയ്തതാണ് എന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റ്, നമുക്ക് ഇത്ര മണിക്ക് കാണാമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയാൻ നോക്കിക്കേ. ട്രഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മീറ്റ്, കണ്ടുമുട്ടുക എന്നൊക്കെ ഒരു പറയുന്ന ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ വിയർ ട്രഫൻ ഉൻസ് സെക്സ് ഉവ. ക്ലിയർ? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സെക്സ് ഉവ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റോണേഷൻ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അതായത് നമ്മളിങ്ങനെ വളരെ മുകളിലേക്ക് പറയേണ്ട ആവശ്യമില്ല. ചോദ്യങ്ങൾ വരുമ്പോഴാണ് സാധാരണ നമ്മളൊന്ന് ഇൻറ്റോണാസിയോൺ എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഇതാകുമ്പോൾ താഴേക്ക് വരുന്ന പോലെ എൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ്? വിയർ ട്രഫൻ ഉൻസ് സെക്സ് ഉവ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സെക്സ് ഉവ എന്ന് പറയുന്നതിന് പകരം നോർമലി ജർമ്മൻസ് എങ്ങനെ പറയാറുണ്ടെന്ന് അറിയോ? സെക്സ് എന്ന് മാത്രം പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? സെക്സ്. ഓക്കെ, ഇങ്ങനെ പറയും: വിയർ ട്രഫൻ ഉൻസ് സെക്സ്. ഓക്കെ, 6 മണിക്ക് കാണാം എന്നുള്ളത് 6-ന് കണ്ടുമുട്ടാട്ടോ എന്ന് പറയുന്ന രീതിയിലും ഉപയോഗിക്കുന്നവരുണ്ട്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം. സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. നന്നായിട്ടുണ്ടല്ലോ, കൊള്ളാലോ, ഓക്കെ ആണല്ലോ എന്നൊക്കെ പറയില്ലേ? അപ്പോൾ സൗണ്ട്സ് ഗുഡ് എന്ന് പറയാനായിട്ട് ജർമ്മൻസ് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണെന്ത് ഈ കൊടുത്തിരിക്കുന്നത്? ക്ലിങ്റ്റ് ഗുഡ്. എങ്ങനെ പറയാം? ക്ലിങ്റ്റ് ഗുഡ് എന്നാണ് പറയാം. ക്ലിങ്റ്റ് ഗുഡ്. ക്ലിയർ അല്ലേ? സിമ്പിളായിട്ടുള്ള 2 വേർഡുള്ളൂ, വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. സൗണ്ട്സ് ഗുഡ് എന്നാണ് പറയുക. ചില സമയത്ത് അവർ ഗുഡ് ഈഡ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ? നല്ല ആശയമാണല്ലോ, നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയാനായിട്ട്, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയാനായിട്ട് ഗുഡ് ഈഡ് എന്നുള്ളൊരു ഫ്രേസ് പോലെ അവർ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് ക്ലിങ്റ്റ് ഗുഡ് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. ഇനി അവസാനം നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി യു ടുമാറോ, നമുക്ക് നാളെ കാണാം എന്ന് പറയാനായിട്ട് നമ്മളെങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ് മോർഗൻ എന്നൊരു ഫ്രേസാണ് ഉപയോഗിക്കുക. എങ്ങനെയാണ്? കൂടെ വായിക്കാം. ബിസ് മോർഗൻ. എങ്ങനെയാണ്? ബിസ് മോർഗൻ. ഇതിനെയാണ് ബിസ് എന്ന് പറയുന്ന, ഇതിനെ മോർഗൻ എന്ന് പറയുക. അപ്പം സി യു ടുമാറോ എന്ന് പറയുന്നതാണ്. ഈ ഒരു 5 സെൻറ്റൻസുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കാം.
ഇവിടെ നോക്കിക്കേ, ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഈ സെൻറ്റൻസ് വെച്ചിരിക്കുന്നത് എന്താണ്? ഹാസ് ടു മോർഗൻ സൈറ്റ്? നാളെ നമുക്ക് സമയമുണ്ടോ? സെക്കൻഡ് വൺ, വോളൻ വിയർ കഫേ ഡ്രിങ്കൻ? നമുക്കൊരു കാപ്പിക്ക് കുടിച്ചാലോ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് വിയർ ട്രഫൻ സെക്സ് ഉവ, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം സെക്സ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഇനി നമുക്ക് നാലാമത്തത് ക്ലിങ്റ്റ് ഗുഡ്, സൗണ്ട്സ് ഗുഡ്. ദെൻ ദ ലാസ്റ്റ് വൺ ബിസ് മോർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീ യു ടുമാറോ, നമുക്ക് നാളെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്രേസുകൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് തരുന്നൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു. ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പഠിച്ചത്? ഹാസ് ടു മോർഗൻ സൈറ്റ് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഒരാളത് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ യാന്നോ നൈന്നോ പറയുന്നു നമ്മൾ പറഞ്ഞു അല്ലേ, യെസ് എന്നോ നോ എന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് നാളെ സമയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് നാളെ സമയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താ പറഞ്ഞത്? യാ, എനിക്ക് സമയമുണ്ട്. അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആളെന്താ പറയണേ? വോളൻ വിയർ കഫേ ഡ്രിങ്കൻ, നമുക്കൊരു കോഫിക്ക് പോയാലോ, കോഫി കുടിക്കാൻ പോയാലോ എന്നുള്ള രീതിയിലാണ് അടുത്ത ചോദ്യം പുള്ളി അവിടെ നിന്ന് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ നേരത്തെ കണ്ട 5 സെൻറ്റൻസുകൾ വെച്ചിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് പറയാനും കുറച്ച് എളുപ്പമുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം നമുക്ക് പറയാൻ പറ്റുക. പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു, ഒരാൾ ചോദിക്കുകയാണ് ഹാസ് ടു മോർഗൻ സൈറ്റ്? എനിക്ക് തന്നെ ഉത്തരം പറയാനുണ്ട്, യാ വോളൻ വിയർ കഫേ ഡ്രിങ്കൻ, നമുക്കൊരു കാപ്പി കുടിച്ചാലോ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ തന്നെ ഒരു മോണാക്ട് മോഡലിൽ പഠിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 9ാമത്തെ വീഡിയോയുടെ കഴിയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ സീരീസിൻ്റെ 10ാമത്തെ ദിവസം അവസാനത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ഭയങ്കര ആകാംക്ഷയിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ കുറിച്ചാണ്. ജർമ്മനിൽ എങ്ങനെ എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഇഷ്മാക്ക് കഫേ എന്നുള്ളതാണ്. എന്താണ്? ഇഷ്മാക്ക് കഫേ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ്? മാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മാക്ക് എന്ന് പറയുന്നത് മ്യോഗൻ എന്ന് പറയുന്ന ഒരു വെർബിന്റെ കോൺജുഗേഷൻ ആണ്. എന്താണ്? മ്യോഗൻ. ഇതൊരു മോഡൽ വെർബായിട്ട് പറയും. അതുപോലെ തന്നെ നൗൺസിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഒരു രീതിയിലാണ് ജർമ്മൻസ് കൂടുതലായിട്ട് മ്യോഗൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാറുള്ളത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പം മ്യോഗന്റെ കോൺജുഗേറ്റ് ചെയ്യുന്ന വേർഡാണ് മാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇഷ്മാക്ക് കഫേ എന്ന് പറയാണ്. അപ്പം ഐ ലൈക്ക് കോഫി. അപ്പം എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഫ്രേസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേരിൻ്റെ അവിടെ കഫേക്ക് പകരം നമ്മൾ ഏത് നൗൺ കൊടുത്താലും അതെനിക്കത് ഇഷ്ടമാണ്, ഐ ലൈക്ക് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലോട്ട് അത് മാറാറ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ പിസ്സയാണെന്ന് വിചാരിക്കും. എന്ത് പറയാം? ഇഷ്മാക്ക് പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേനയാണെന്ന്. അപ്പോൾ എന്താണ്? ഇഷ്മാക്ക് കുലി, എനിക്ക് പേന ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, പെൻസിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പേന ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഇഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലേ? ക്ലിയർ? അപ്പോൾ ആ ഇഷ്ടങ്ങൾ പറയുമ്പോൾ ഈ ഒരു കഫേ എന്ന് എഴുതിയിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് വേണമെങ്കിലും ഈ ഒരു വേർഡിൽ കൊടുക്കുക. ഒരു നൗൺ ആയിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു നൗൺ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ പറയും? ഇഷ്മാക്ക് ഷോക്കോലാഡ് എന്ന് പറയും. ഇഷ്മാക്ക് ഷോക്കോലാഡ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമുള്ളതിന് പറയാൻ ഇഷ്മാക്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസിന്റെ കൂടെ നൗൺ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി സെക്കൻഡ് വൺ നമ്മൾ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. എന്ത് ഉപയോഗിക്കാം? കൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇഷ്മാക്ക് കൈൻ ഫ്ലൈഷ്. ഫ്ലൈഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓക്കെ, മീറ്റാണ്. ഓക്കെ, എനിക്ക് ഇറച്ചി ഇഷ്ടമല്ല എന്നുള്ള പറയും. എനിക്ക് ഫ്ലൈഷ് ഇഷ്ടമല്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. എനിക്ക് ഫ്ലൈഷ് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം ഇഷ്മാക്ക് കൈൻ ഫ്ലൈഷ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടപ്പം ഒരു നൗൺ മാത്രം ചേർത്തു, കൈൻ എന്ന് പറഞ്ഞ വേർഡ് ചേർക്കാതിരുന്നപ്പോൾ അത് ഇഷ്ടമായി. അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് ചേർത്തു. നെഗാസിയോൺസ് വ്യോട്ടർ എന്നാണ് പറയാം, നെഗേഷൻ ചെയ്യാന്ന് പറയും. ക്ലിയർ? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ പറയും. ഒന്ന് കൈൻ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നമ്മൾ കൈനെ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. കൈൻ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് ഇവിടെ ദസ് ഫ്ലൈഷ് എന്ന് പറയുന്ന ഒരു നോമനാണ്, അതുകൊണ്ട് അവിടെ കൈൻ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ പ്ലൂറൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എന്താണ് ഫെമിനിൻ ആയിട്ട് വരുന്ന ഒരു നോമൻ ആണെങ്കിൽ ഇപ്പൊ പൂക്കൾ എന്ന് പറയുന്ന ബ്ലൂമേ എന്ന് നമ്മൾ പറയും. ഫ്ലവറിന് എന്താ പറയാം? ബ്ലൂമ്. ഓക്കെ, അപ്പൊ ബ്ലൂമേ എന്ന് പറയാം. ബ്ലൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ബ്ലൂമേ എന്നാണ് അതിനെ പറയാം. അപ്പൊ എനിക്ക് ഫ്ലവർ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ഇഷ്മാക്ക് കൈന് ബ്ലൂമ്.
ക്ലിയർ? ഇതിൻ്റെ ഗ്രാമാറ്റിക്കിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കണില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റു വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ക്ലിയർ ആക്കേണ്ട എത്രയേ ഉള്ളൂ, കൈനെന്നോ കൈനെന്നോ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ചില സമയങ്ങളിൽ എന്താ വരിക, ഇത് അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ദെയർ വരുമ്പോൾ കൈനൻ എന്നുള്ള രീതിയിൽ വരും. അത് നമ്മൾ മുന്നത്തെ വീഡിയോസ് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അക്യൂസേറ്റീവ്, ഡാറ്റീവ്, നോമിനേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കുറച്ചും കൂടി ഐഡിയ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്, കൈൻ എന്ന് പറഞ്ഞ വേർഡ് ചേർത്തപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് മീറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഫ്ലവർ എന്ന് പറയുന്ന മീനിലേക്ക് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ ലൈക്ക് പറയാനും ഡിസ്ലൈക്ക് പറയാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ സെന്റൻസിലേക്ക് വരാം. അതിങ്ങനെയാണ്, ഐ ലവ് ട്രാവലിംഗ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഇങ്ങനെയാണ്, ഇഷ് ലീബ് റൈസൻ, ഇഷ് ലീബ് റൈസൻ. അപ്പോൾ നോക്കിക്കേ, ഇഷ് ലീബ് റൈസൻ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതൊരു ഇഷ്ടങ്ങളെ നമ്മൾ മാക്ക് എന്ന് പറയുന്ന, മ്യോഗൻ എന്ന് പറയുന്ന ഒരു വെച്ച് ലൈക്ക് എന്ന് തന്നെ പറയണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ഈ രീതിയിലും ഇഷ്ടപ്പെടാം. ഐ ലവ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഇഷ്ടമല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യണേ. ഇങ്ങനെയും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവിടെ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഇഷ്ടമാണെന്ന് പറയാം, ഐ ഫൈൻഡ് ജർമ്മൻ ഇൻട്രസ്റ്റിംഗ്. നിങ്ങളിപ്പോൾ ഇത്ര ദിവസം ജർമ്മൻ്റെ കാര്യങ്ങൾ പഠിച്ചു, 10ാമത്തെ ദിവസം എത്തിയല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജർമ്മൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയണം, ഓ ജർമ്മൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടമുണ്ടെന്നല്ല അവിടെ എക്സ്പ്രസ് ചെയ്യണേ. അതെങ്ങനെ നമ്മൾ പറയാൻ നോക്കാം, ശ്രദ്ധിക്കുക. ഇഷ് ഫിൻഡ് ഡോയ്ഷ് ഇൻറ്ററസാൻറ്റ്. എങ്ങനെ പറയാം, ഇഷ് ഫിൻഡ് ഡോയ്ഷ് ഇൻറ്ററസാൻറ്റ്. ഇൻറ്ററസാൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡായിട്ടാണ് ജർമ്മനിൽ കാണുക. ഡോയ്ഷ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ആണ്. അപ്പോൾ ഐ ഫൈൻഡ് ജർമ്മൻ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതെനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അതിനെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പം ഇങ്ങനെയും നമുക്ക് നമ്മുടെ ലൈക്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, എനിക്ക് ട്രാഫിക് ജാംസ് ഇഷ്ടമല്ല, ഐ ഹേറ്റ് ട്രാഫിക് ജാംസ് എന്നുള്ളതാണ്. അപ്പോൾ ഹെയ്റ്റ് എന്ന് പറയാനായിട്ട് ജർമ്മനിൽ ഉപയോഗിക്കുന്നത് ഹസ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ക്ലിയർ? അപ്പോൾ ഇഷ് ഹസ ദെൻ സ്റ്റൗ എന്നാണ് പറയണത്. എന്താ പറയാ, ഇഷ് ഹസ ദെൻ സ്റ്റൗ. ഇനിയിപ്പോൾ ഈ ദേനെ പറയാതെയും സംടൈംസ് നോർമലായിട്ട് ജർമ്മൻസ് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ പറയും, കോൺവെർസേഷൻസ് ഒക്കെ വരുമ്പോൾ ദേൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട അവർ പറയും എന്ത്, ഇഷ് ഹസ സ്റ്റൗ. സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ജാം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് അഞ്ചും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ, ഇഷ് മാക് കഫേ, ഐ ലൈക്ക് കോഫി. ദ നെക്സ്റ്റ് വൺ, ഇഷ് മാക് കൈൻ ഫ്ലൈഷ്, എനിക്ക് ഫ്ലൈഷ് ഒന്നും ഇഷ്ടമല്ല. ദെൻ തേർഡ് വൺ, ഇഷ് ലീബ് റൈസൻ, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഇഷ് ഫിൻഡ് ഡോയ്ഷ് ഇൻറ്ററസാൻറ്റ്, ജർമ്മൻ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ, ഇഷ് ഹസ ദെൻ സ്റ്റൗ, എനിക്ക് ട്രാഫിക് ജാംസ് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ജർമ്മനിൽ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തരുന്നത് ഇങ്ങനെയാണ്, ഒരു 3 ലൈക്സ് നിങ്ങൾ നിങ്ങളുടെ കമന്റിൽ എഴുതണം. അതായത് ഈ യൂട്യൂബിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഈ കണ്ട സെന്റൻസിന്റെ ഫോർമാറ്റിൽ നൗണിനെ മാറ്റിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ശരിയോ തെറ്റോ ആവാം, പക്ഷെ ശ്രമിക്കുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഷ് മാക് മുസീക്, ഇഷ് ലീബ് ടാൻസൻ, ഇഷ് ഹസ റേഗൻ. ക്ലിയർ? അപ്പം ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടങ്ങളും നിങ്ങളുടെ ഡിസ്ലൈക്സും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്. അതായത് ഈ ഒരു 10 ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ബേസിക് ജർമ്മനെ കുറിച്ച് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വരും. അതിങ്ങനെയായിരിക്കും, അതായത് നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ദിവസത്തെ ക്ലാസ്സുകളെ ആസ്പദമാക്കി നമ്മളൊരു ലൈവ് സെഷൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈവ് സെഷനിൽ ചിലപ്പോൾ ഒരു 40-45 മിനിറ്റ്സ് ലൈവ് സെഷൻ ആയിരിക്കും. നമുക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഗൂഗിൾ മീറ്റിൽ വരുന്നു, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലൊരു ലൈവ്, ഫ്രീ ആയിട്ട് ലൈവ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യാണ്. അപ്പോൾ മറക്കണ്ട, താഴെ മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആ ലൈവ് ലിങ്കിൽ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ടീം നിങ്ങളെ ഇൻഫോം ചെയ്യും എന്നാണ് നമ്മുടെ ലൈവ് സെഷൻ എന്നുള്ളത്. അപ്പോൾ ആ ടീമിൽ ഇൻഫോർമേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആ ലൈവിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ അവർ കമ്മ്യൂണിറ്റി. എൻട്രി ജർമ്മനി ഈസ് വെയിറ്റിംഗ് ഫോർ യു പീപ്പിൾ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി കാണുന്നത് വരയ്ക്ക് ചൂസ്.